സ്വാഗതം സ്റ്റോറി മങ്കിലേക്ക്. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്ന് ഏത് നിമിഷവും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് വാർത്തകൾ. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് 63 സീറ്റും UDF 102 സീറ്റും നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തി. മെയ് 4-നാണ് ഫലം വന്നത്. ഇന്ന് മെയ് 10, 6 ദിവസമേ ആയിട്ടുള്ളൂ. മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻപന്തിയിലുള്ള 3 നേതാക്കളുമായി ഹൈക്കമാൻഡ് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയവരൊക്കെ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇനി തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് 3 നേതാക്കളും മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. അപ്പോൾ ഇനി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അതെപ്പോൾ വേണമെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാകാം. ചിലപ്പോൾ ഈ 3 നേതാക്കളുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഹൈക്കമാൻഡ് തയ്യാറായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായോ? 6 ദിവസമായുള്ളൂ ഇലക്ഷൻ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ട്. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വാഭാവികമായും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ട് വലിയ കാലതാമസം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലുണ്ടായോ, അതോ ഇത് ജനവിധി അട്ടിമറിക്കുന്നതിനെടുക്കുന്ന ഒരു കാലതാമസമാണോ? ഇത്തരം പല ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്റ്റോറി മങ്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സമയവും സാവകാശവും കൊടുക്കുക എന്നുള്ളതൊരു ജനാധിപത്യ മര്യാദയാണ്. അതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പാകത്തിലുള്ള ശക്തിയൊന്നും മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ മാൻഡേറ്റ് കോൺഗ്രസിനും UDFനും ഒപ്പമാണ്. ബഷീറിന് എന്താ തോന്നുന്നത്? ഇതൊരു വലിയ കാലതാമസമായിട്ട് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. കാലതാമസം വലുതാണ് എന്ന അഭിപ്രായം എനിക്കുമില്ല. 23 വരെ സാവകാശമുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് ഗുസ്തി പിടുത്തങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി തീരുമാനിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ കാലുഷ്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിൻ്റെ ജനവിധിക്ക് ശേഷം UDFും കോൺഗ്രസ് പാർട്ടിയും നീങ്ങിയ ചരിത്രമുണ്ട്. അങ്ങനെ പല വിധത്തിലുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം, വോട്ടെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരുന്നു. നിങ്ങളിൽ ആരാണ് മുഖ്യമന്ത്രി എന്നത്. LDFന് ഒരു ഒറ്റയാളെ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയാണ് വോട്ടെടുപ്പ് നടന്നത്. അതിൽ നിങ്ങൾക്ക് രണ്ടാമൻ പോലും ഇല്ലല്ലോ എന്ന വിമർശനമാണ് LDFന് നേരെ ഉന്നയിക്കപ്പെട്ടത്. എല്ലാവരെയും വെട്ടി നിരത്തി ഒറ്റ ആളിൽ ഫോക്കസ്ഡായി ഒരു മത്സരം നടക്കുന്നു. ആ സമയത്ത് UDFനെ സംബന്ധിച്ച് നേതാക്കളുടെ ധാരാളിത്തമായിരുന്നു. 1-ലധികം നേതാക്കൾ, 2-ലധികം, 3-ലധികം നേതാക്കൾ. ഇപ്പം നമ്മൾ പറയുന്നത് 3 പേരാണ്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ വേറെയുമുണ്ട്. ഇപ്പോൾ K മുരളീധരൻ, ശശി തരൂർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. നേതാക്കളുടെ ധാരാളിത്തം എന്നതൊരു കുറ്റമല്ല, അതൊരു ഒരു കുറവായി നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ വോട്ടെടുപ്പിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് അക്കാര്യത്തിലൊരു അനിശ്ചിതത്വമോ ആശയക്കുഴപ്പമോ ഉണ്ടാകില്ല. വോട്ടെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കൊണ്ട് തീരുമാനിക്കാവുന്നതേയുള്ളൂ. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. വിജയിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ ഉള്ള ലക്ഷ്യം. ആ വിജയം കൈവന്നു കഴിഞ്ഞാൽ പിന്നെ ആശയക്കുഴപ്പത്തിന് ഒരടിസ്ഥാനവുമില്ല എന്നും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ കുറിച്ച്, UDFനെ കുറിച്ച് ജനവിധിക്ക് മുമ്പ് ജനങ്ങളുടെ പ്രധാന ആശങ്ക തന്നെ അധികാരം കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് കുട്ടിച്ചോറാക്കുമോ എന്നതാണ്. അവരതിനു വേണ്ടി കടിപിടി കൂടും. ജനങ്ങളെ സാക്ഷി നിർത്തി അവർ പരസ്പരം ഗ്രൂപ്പ് വൈരങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ ഒരു ഭരണ സംവിധാനത്തെ അവർ അവരുടെ ഒരു ഇൻറ്റേർണലായ കാര്യമാക്കി മാറ്റി ആകെ താറുമാറാക്കും എന്നതാണ് എല്ലാ UDF സർക്കാരുകൾക്ക് നേരെയും ഉയർന്ന ആക്ഷേപം. അത് ഇത്തവണയും ഉണ്ടാകുമോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാകില്ല എന്നാണ് വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കൊടുക്കുക, അത് ജനഹിതത്തിന് അനുകൂലമാവുക എന്നത് പ്രധാനമാണ്. 1-2 ദിവസം വൈകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച വൈകുന്നത് കൊണ്ട് ഒരു കുഴപ്പവും കേരളത്തിന് സംഭവിക്കാനില്ല. പക്ഷേ ജനവിധിക്ക് അനുഗുണമായ തീരുമാനമാകണമുണ്ട്. അതാണ് കൂടുതൽ പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ജനവിധിക്ക് അനുഗുണമല്ലാത്തൊരു തീരുമാനം എന്നുള്ളത് അതിൽ പോലും ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. 63 സീറ്റ് അവർക്ക് തന്നെയുണ്ട്, 102 സീറ്റ് UDFനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരവും അവകാശവും ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാമല്ലോ. ഇലക്ഷൻ മുന്നിൽ നിന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ VD സതീശനാണ്. VD സതീശനായിരിക്കും സ്വാഭാവികമായൊരു ചോയ്സ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കപ്പെട്ടിരുന്നു. ഒരു പക്ഷേ സീനിയോറിറ്റി പരിഗണിച്ച് മത്സരിക്കുന്നതിൽ സീനിയർ കൂടിയായ രമേശ് ചെന്നിത്തല വന്നേക്കാം എന്നുള്ളൊരു പ്രതീതിയും ഉണ്ടായിരുന്നു. ഇതല്ലാതെയും ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും കോൺഗ്രസ് പാർട്ടിക്കുണ്ടല്ലോ. ഞാൻ പറയുന്നത്
ജനവിധി അട്ടിമറിക്കപ്പെടുകയോ അല്ലെങ്കിൽ ജനഹിതം പാലിക്കപ്പെടുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഇൻറ്റേർണലായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു അവകാശവും അധികാരവും കൂടി ഉണ്ടല്ലോ. അതിനുള്ളൊരു സമയവും അതിനുള്ളൊരു സാവകാശവും കൂടി അവരെടുക്കുന്നതിൽ അതൊരു വലിയ എന്താ പറയുക, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് മണിക്കൂറുകൾക്കകം തീരുമാനമെടുക്കും എന്ന്. ആ മണിക്കൂറുകൾക്കകം നിങ്ങൾ തീരുമാനമെടുത്തില്ലല്ലോ എന്ന മട്ടിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല, എന്നുള്ള സമയത്തിൻ്റെ പ്രശ്നമല്ല. സമയത്തിൻ്റെ പ്രശ്നം ഇക്കാര്യത്തിൽ ഇൻവോൾവ് അല്ല. യഥാർത്ഥത്തിൽ 23-നകം സത്യപ്രതിജ്ഞ നടന്നാൽ മതി. അതിന് തൊട്ട് മുമ്പ് വരെ അവർക്ക് തീരുമാനം നീട്ടിക്കൊണ്ടു പോകാം. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ്. ഇതിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണോ മുഖ്യമന്ത്രി പദം എന്ന ചോദ്യത്തിന് വിശാലമായ അർത്ഥത്തിൽ അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമല്ല. ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ കെ സി വേണുഗോപാലിനെ വെച്ചിട്ടില്ല. അത്തരത്തിലൊരു ഭരണഘടനാ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നുമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പും ഉണ്ടായിട്ടില്ല, വോട്ടെടുപ്പിന് ശേഷവും ഫലത്തിന് ശേഷവും ഒരു ഭരണഘടനാ പ്രതിസന്ധിയുമില്ല. വളരെ ക്ലിയറായ മാൻഡേറ്റ് ജനം കൊടുത്തിരിക്കുന്നു. കൃത്യം നേതാക്കൾ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. അവരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ചുരുങ്ങിയത് 3 നേതാക്കളെങ്കിലും ആ MLA-മാരുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക മുഖ്യമന്ത്രിയായി എന്നത് സ്വാഭാവികമാണ്. ഭരണഘടനാപരമായി വേണമെങ്കിൽ നിയമസഭയ്ക്ക് പുറത്തുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കുകയും പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയം ഉറപ്പാക്കുകയും ചെയ്താൽ മതി എന്ന ഭരണഘടനാ വ്യവസ്ഥയെ തീർത്തും പെരോക്കിലായി വളരെ സങ്കുചിതമായി ദുരുപയോഗം ചെയ്യുകയാണ്. അതല്ലാതെ കെ സി വേണുഗോപാലിന് ജനം ഒരു മാൻഡേറ്റും കൊടുത്തിട്ടില്ല. അദ്ദേഹം പണമിറക്കി എന്നതുകൊണ്ടോ അദ്ദേഹത്തിൻ്റേതാണ് സ്ഥാനാർത്ഥികൾ എന്നതുകൊണ്ടോ അതൊരു ജനകീയ മാൻഡേറ്റ് അല്ല. ഒരു കാരണവശാലും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പക്ഷേ ജനത്തിന് ഇത് തിരുത്താനുള്ള അവസരം അടുത്ത വോട്ട് മാത്രമാണ് എന്നതാണ് പ്രതിസന്ധി. ഇപ്പോൾ കെ സി വേണുഗോപാലിനെ നിർബന്ധിച്ച് ഇമ്പോസ് ചെയ്തു. ജനങ്ങളുടെ മുമ്പിൽ 5 വർഷത്തെ കാത്തിരിപ്പാണ് പിന്നെ തിരുത്താനുള്ള. ആ ഒരു പ്രതിസന്ധിയിൽ ജനത്തെ കൊണ്ടുപോയി എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ എക്സ്റ്റേണൽ ഇമ്പോസിങ് കൊണ്ട് നടക്കുക. അതേസമയം ഞാൻ പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ഞങ്ങൾ അധികാരത്തിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പ്രചാരണങ്ങളും ഈ പറഞ്ഞ പ്രതിസന്ധികളും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തലയാകുമോ, VD സതീശനാകുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ കെ സി വേണുഗോപാൽ തിരിച്ചു വന്നാലോ. ഇപ്പോൾ MP-മാർ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കെ സി വേണുഗോപാൽ വരാനുള്ളൊരു ചാൻസ് അവിടെ നേരത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പാകെ ഇങ്ങനൊരു മത്സരം ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളതില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾക്കത് നന്നായിട്ട് അറിയാം. ഇങ്ങനൊരു മത്സരം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമസഭാ കക്ഷി നേതാവായി കോൺഗ്രസ് ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള മത്സരത്തിനുള്ള സകല സാധ്യതയും ഇലക്ഷന് മുമ്പും ഇലക്ഷൻ പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പേ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൽ യുക്തിസഹമായൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് എടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് പ്രശ്നമില്ല. ആ തീരുമാനം തന്നെയും കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി എടുക്കുന്നതല്ലേ കുറേ കൂടെ ഉചിതം. അല്ലാതെ പുറമേ നിന്നുള്ള ആളുകൾ ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയും അതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി വരികയും ചെയ്യുക. ജനങ്ങൾക്ക് അഭിപ്രായം അതേക്കുറിച്ച് പറയാം. ജനങ്ങളിപ്പോൾ ഏതായാലും കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറെ ജനം തിരഞ്ഞെടുക്കാൻ പോകുന്നില്ലല്ലോ. ജനത്തിന് അതിലൊരു അധികാരവുമില്ല. ആ അധികാരം കൈമാറപ്പെട്ട് കഴിഞ്ഞു. ജനങ്ങളുടെ അധികാരം ഈ 140 പേരിലേക്ക്, അതിൽ 63 പേരിലേക്ക് കൈമാറപ്പെട്ട് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഈ ചതി എന്നാലോചിക്കണം. കൈമാറിയ അധികാരത്തിന് മേലെയാണ് ഈ ചതി നടക്കുന്നത്. സാങ്കേതികമായി ഇതെല്ലാം ശരിയാണ്. സാങ്കേതികമായി കോൺഗ്രസിന് 63 MLA-മാരുണ്ട്. അവരിൽ മെജോറിറ്റി അവരിൽ ഭൂരിപക്ഷം ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറാവും. സ്വാഭാവികമായും അയാൾ ആ മുന്നണിയുടെ മുഖ്യമന്ത്രിയാകേണ്ടതാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കേവല ഭൂരിപക്ഷത്തിന് മേലെയുള്ള ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ് വരേണ്ടത്. പക്ഷേ അത് ഇംപ്ലൈഡാണ്. മുസ്ലിം ലീഗും ഒക്കെ അതിനെ പിന്തുണക്കും എന്നത്. ഇവിടുത്തെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ 7ഓളം MP-മാർ 6 MP-മാർ മത്സരരംഗത്തുണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. 6 പേരും മത്സരത്തിനില്ല എന്ന് പറഞ്ഞാണ് തീരുമാനമെടുക്കുകയും അവസാനം എല്ലാവരും പിൻവാങ്ങി നിലവിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്തത്. ആ ഘട്ടത്തിലൊന്നും കെ സി വേണുഗോപാലിന് ഈ മൻഡേറ്റിൽ യാതൊരു പങ്കാളിത്തവുമില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓർഗനൈസിങ് സെക്രട്ടറിയാണ് എന്നത് ശരി. അത് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ഒക്കെ ചുമതലയുള്ള അദ്ദേഹത്തിന് മേലെ ജനം വിധി എഴുതിയിട്ടില്ല. ഇത് സാങ്കേതികത്വം വെച്ച് കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റർ പാർട്ടിയിൽ മെജോറിറ്റി ഉണ്ട് എന്നത് ജനഹിതത്തെ മാനിപ്പുലേറ്റ് ചെയ്താണ് യഥാർത്ഥത്തിൽ. അതായത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ചുമതലയുള്ള ഒരാൾ അയാൾ മലയാളിയാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട്
കേരളത്തിൽ നിന്നുള്ള ആളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തിലെ ജനവിധിയുടെ മേൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പണം നൽകിയും അല്ലാതെയും ആ ജനവിധിയെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ സംഘടനയെ വിജയിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഈ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ്സിലെ ജനവിധിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അയാളുടെ സംഘടനാ സ്വാധീനം ദുരുപയോഗപ്പെടുത്തി, പണത്തിൻ്റെ സ്വാധീനം ദുരുപയോഗപ്പെടുത്തി, സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം അയാളുടെ പക്ഷത്തെ ആക്കി, അങ്ങനെ ഗ്രൂപ്പ് കളിയിലൂടെ അയാൾ ജനവിധിയെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇതിലെ ഡിലേയുടെ കാരണം. രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള ഒരു തർക്കത്തിലാണ് ഈ ഡിലേ എങ്കിൽ അത് ജനവിധിയെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമാകുമായിരുന്നു. ഇത് അല്ലാതെ ഈ ഓട് പൊളിച്ചിറങ്ങി വരാനുള്ള ശ്രമമാണ്. ആ കാര്യം ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കെ.സി. വേണുഗോപാലിൻ്റെ സാധ്യത എന്നത് അവസാനിച്ച് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാനിച്ചിട്ടില്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ തന്നെയാണ് വരാൻ പോകുന്നതെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചാകരയായിരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു പ്രതിസന്ധിയായിരിക്കും അത്. വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്ലക്സ് വയ്ക്കൽ ഒക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു, വെച്ച ഫ്ലക്സുകൾ തിരിച്ചെടുത്തിരിക്കുന്നു, പരസ്യ പ്രകടനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 3 പേർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ എല്ലാവരോടും ആ പാർട്ടി അച്ചടക്കം പാലിക്കണം എന്ന് നിർദ്ദേശിക്കുകയും അത് പാലിക്കാൻ എല്ലാവരും സന്നദ്ധരാകുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്യപ്പെടും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് കോൺഗ്രസ്സിലെ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന അനുസരിച്ച് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന് ആണോ പറയേണ്ടത് എന്നറിയില്ല. ഹൈക്കമാൻഡിൻ്റെ തന്നെ ചോയ്സ് എന്ന മട്ടിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളോടുകൂടി വി.ഡി. സതീശൻ 2ാമത്തെ പൊസിഷനിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചുകൂടി ആലോചനയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ അതൊരു കോൺഗ്രസ് പല ഘട്ടങ്ങളിലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2006 വി.എസ്. മുഖ്യമന്ത്രിയായപ്പോൾ ആഭ്യന്തര വകുപ്പ് കോടിയേരി ബാലകൃഷ്ണനിലേക്ക് കൊടുത്തതിന് ശേഷമാണ് പിണറായി വിജയൻ അതിന് സമ്മതിച്ചത്. നമ്മൾ ഈ പറയുന്ന തർക്കങ്ങളെല്ലാം എല്ലാ പാർട്ടിയിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് 2ാം സ്ഥാനത്തെക്കുറിച്ച് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു, വലിയ ആലോചനകളുണ്ടായിരുന്നു. പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള 2ാമനായിട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു വേണ്ടിയും ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായ കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പോൾ അതിൽ ഇവിടെ മാത്രം സവിശേഷമായിട്ട് എന്തെങ്കിലും വലിയ മാധ്യമങ്ങൾ പറയുന്നതിനോടും ഈ വിമർശകർ ഉന്നയിക്കുന്നതിനോടും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരഭിപ്രായമില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു രീതിയുണ്ട്. CPIM-ന് CPIM-ൻ്റെ രീതി, മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെ രീതി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രീതിയാണെങ്കിൽ നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരു ചതുരവടിവിൽ ഒരു വാർത്താസമ്മേളനം വിളിച്ച് പാണക്കാട് തറവാട്ടിലേക്ക് ആളുകൾ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തങ്ങളൊരു പ്രഖ്യാപനം നടത്തേണ്ട ഒരു പ്രക്രിയ മാത്രമേ അവിടെ അവശേഷിക്കൂ. ബാക്കി തീരുമാനങ്ങളെല്ലാം നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ച് അതങ്ങനെയല്ല. എനിക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വളരെ കൗതുകത്തോടു കൂടി അതിനെ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറെ കൂടി ട്രാൻസ്പെറൻ്റ് ആണ് ഈ കാര്യങ്ങൾ. ട്രാൻസ്പെറൻ്റ് ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ ആരൊക്കെയാണ് കണ്ടന്റേഴ്സ്, ആരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ട്, ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ്, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നില്ല. ജനങ്ങളുടെ അവിടെ തന്നെ ഇപ്പോൾ നേതാക്കൾക്ക് വേണ്ടിയുള്ള ഫ്ലക്സ് വയ്ക്കൽ, പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾ, ഇതൊക്കെ ഒരു പരിധിവരെ ഈ നേതാക്കളുടെ ഒരു ആഗ്രഹ പ്രകടനവും അവരുടെ അതൃപ്തിയുടെ ഒരു പരിഹാരവുമായിട്ട് ഇതൊക്കെ മാറുന്ന ഒരു സിനാരിയോടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണല്ലോ. അത് ഉള്ളിൽ വെച്ച് കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്, അതങ്ങ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുക ചെയ്യുന്നത്. ഒരു പക്ഷേ അവർ ഉള്ളിൽ വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. അത് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും പുറത്തേക്ക് വന്നോളണമെന്നില്ല, കുറേ കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അവർ ഫ്ലക്സ് വെച്ച് അവരുടെ ഇംഗിതം പ്രകടിപ്പിക്കുന്നു, പരസ്യ പ്രകടനങ്ങളിലൂടെ അവരുടെ ഇംഗിതം പ്രകടിപ്പിക്കുന്നു. ഈ പ്രകടനങ്ങളൊക്കെ പ്രവർത്തകർ സ്വമേധയാ നടത്തുന്നതുണ്ടാവാം, അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു. 2 വിധത്തിലുള്ള പ്രകടനങ്ങളും ഉണ്ടാവും. എന്താണെങ്കിലും
ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങളോട് വളരെ തുറന്നു അതായത് പറയാനാണ് ഒരു അവർ ശ്രമിക്കുന്നത്. കേഡർ പാർട്ടിയുടെ പ്രവർത്തന രീതികളോട് ആഭിമുഖ്യമുള്ള ആളുകൾക്ക് ഇതിനെ പരിഹസിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാം ഇങ്ങനെ ഒട്ടും ഒരു സംഘാടന മികവില്ലാതെ അച്ചടക്കമില്ലാതെ തോന്നുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ എന്നത് ഒരു കേഡർ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, ആ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാം. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഭാഗ്യവശാൽ കോൺഗ്രസ് അങ്ങനെ ഒരു കേഡറിസം ഉള്ള പാർട്ടിയല്ല. സെമി കേഡറിസം കൊണ്ടുവരാൻ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത പാർട്ടിയാണ്. ഇപ്പോൾ തിരിച്ച് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPIM-നകത്ത് ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഗുസ്തി പിടിച്ച് തീർക്കുക? പാർട്ടിക്കകത്ത് വെച്ചായിരിക്കും. ഒരു കാരണവശാലും പാർട്ടി അണികൾ അതറിയുന്നേ ഇല്ല, ജനം അറിയുന്നില്ല. എന്നാൽ ഗുസ്തിയില്ല എന്നല്ല അർത്ഥം. വളരെ ലോങ് പ്രോസസ്സിലൂടെയാണ് CPIM-ൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നതും മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കുന്നതും. നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ 2011 തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPIM-ൽ നേതൃതലത്തിൽ തീരുമാനമെടുത്ത്, ഇപ്പോൾ എളമരം കരീം ഒരിക്കൽ സംസ്ഥാന സമിതിയിൽ പ്രസംഗിച്ചതായി നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. VS ഇനിയും വന്നാൽ നമ്മളിൽ പലരും ജയിലിലായിരിക്കും എന്ന്. ഈ വിധത്തിൽ അന്ന് തുടർഭരണം ഇല്ലാതാക്കപ്പെട്ടതാണ്. ഇതുപോലെ CPIM-നകത്ത് ഒരുപാട് തരത്തിലുള്ള ഗ്രൂപ്പ് കളികൾ, വിഭാഗീയതകളുണ്ട്. ഇതിലത്തെ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുമ്പം പറയാവുന്നൊരു കാര്യം, CPIM-ൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ, അതിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിലെ ഏറ്റവും വൈബ്രൻ്റായ അവസ്ഥ സംഭവിച്ചത് എപ്പോഴാണ്? VS അച്യുതാനന്ദൻ വിഭാഗീയത ആളിക്കത്തിച്ച സമയത്താണ്. ആ 15 വർഷമാണ്, കണക്കുകൾ ഡാറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. VS വിഭാഗീയത ആളിക്കത്തിച്ച ആ 15 വർഷമാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും ഉയർന്ന വോട്ടും ഏറ്റവും ഉയർന്ന സീറ്റും കിട്ടിയിട്ടുള്ളത് അതുവരെയുള്ള ചരിത്രത്തിൽ. അപ്പോൾ ജനങ്ങൾ അവരുടെ നേതാക്കളെ ചൊല്ലി, അവരുടെ നേതാക്കൾക്ക് പിന്തുണയുമായി തെരുവിലിറങ്ങുന്നത് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തിലൊരു മോശം കാര്യമല്ല. പക്ഷേ ഇതെല്ലാം ഒരു ഭരണത്തെയും ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഭരണത്തിൻ്റെ പ്രവർത്തനത്തെ ഇതെങ്ങനെ ബാധിക്കും എന്നതാണ് ആശങ്കയോടുകൂടി കാണേണ്ട കാര്യം. അല്ലാതെ ആ തെരഞ്ഞെടുപ്പ് വരെയുള്ള പ്രക്രിയ ഇതുപോലെ ആകുന്നതിൽ എന്തെങ്കിലും തരത്തിൽ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ ഭരണത്തെ ബാധിച്ച ചരിത്രമാണ് മുൻകാലത്തുള്ളത്. ഇപ്പോൾ 2001 മുതൽ 2006 വരെയുള്ള കാലം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരികയും കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്തതിന് ശേഷവും പിന്നീട് അങ്ങോട്ട് 40 MLA-മാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരെ നമ്മൾ അക്കാലത്ത് ഡിസ്കസ് ചെയ്തതാണ് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ വലിയ തോതിലുള്ള അത് ഭരണത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് ആ ഗ്രൂപ്പ് വൈരം മൂത്തുപോയ കാഴ്ച നമ്മൾ കണ്ടു. 2011 മുതൽ 2016 വരെയുള്ള കാലത്തും ഭരണത്തെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്ക് പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അവരിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയും അത് പിന്നെ കേരളത്തിൽ വലിയ ചർച്ചയാവുകയും അത് ഭരണാധികാരിയായ മുഖ്യമന്ത്രിയെ തന്നെ ബാധിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ അത്തരമൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കരുതൽ ഈ 3 നേതാക്കളിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേതൃനിരയിലുള്ള മറ്റാളുകളിൽ നിന്നുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന ആശങ്കയ്ക്ക് മാത്രമേ അടിസ്ഥാനമുള്ളൂ. ബാക്കി ഞാൻ വിചാരിക്കുന്നത് ആര് മുഖ്യമന്ത്രിയായാലും അത് കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയെ അംഗീകരിക്കുന്ന UDF-ൻ്റെയും തീരുമാനമായി പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അതർവൈസ് ഇപ്പോൾ മത്സരത്തിൽ നിൽക്കുന്ന ആളുകൾ വളരെ അഡമൻ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും എനിക്ക് മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോകും എന്ന് ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണി അന്തരീക്ഷം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസിനകത്ത് ഈ നടക്കുന്ന കാര്യം, ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കിയാൽ 2 പാർട്ടികൾക്കിടയിലും അടിത്തട്ടിൽ ആ പാർട്ടികൾക്കിടയിലെ ഇൻറ്റേർണലായ കലഹങ്ങൾ അവസാനം വരെ, പ്രസിഡൻഷ്യൽ ഇലക്ഷന് അന്തിമ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നവരെ പാർട്ടികൾക്കിടയിലെ കലഹമാണ് നമ്മൾ വാർത്തയിൽ പ്രധാനമായും കാണുന്നത്. അതുതന്നെയാണ് ഈ സംഭവിക്കുന്നത്, അതുതന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ് എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ പാർട്ടികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇൻറ്റേർണലി അവരവരുടെ പ്രത്യേകം ഗ്രൂപ്പുകളുടെ നേതാക്കളെ വെച്ച് ഇൻറ്റേർണലി പോരാടാൻ പറ്റുക എന്നത് വലിയ പാർട്ടികൾക്ക് മാത്രം, അത് ജനാധിപത്യ പാർട്ടികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് അക്കാര്യം. കാരണം ഇതെല്ലാം ആ പ്രക്രിയയുടെ ഭാഗമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു ജനവിധിയെ ക്ഷീണിപ്പിക്കുകയില്ല.
ഏത് ഘട്ടം വരെ ഇത് ഭരണത്തെ ബാധിക്കുന്നവരെ. ഇനി ഭരണത്തിലേറിയാൽ ഭരണം വന്നാലും രാജീവ് ഇങ്ങനെ അതിനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭരണത്തിനകത്ത് തന്നെ ഒരു പ്രതിപക്ഷത്തിന് പുറമെ, വ്യവസ്ഥാപിത പ്രതിപക്ഷത്തിന് പുറമെ ഭരണം കൈയാളുന്ന മുന്നണിക്കകത്ത് തന്നെ എതിർ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറെ കൂടി വിജിലന്റ് ആക്കും ഭരണത്തെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലത്തൊക്കെ സംഭവിച്ചതുപോലെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം ഹഷപ്പ് ചെയ്ത് പിടിച്ച് വളരെ രഹസ്യമാക്കി കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഭരണത്തിനകത്തേക്ക് ആക്സസ് ഉള്ള ഭരണമുന്നണിയിലെ ആളുകൾ തന്നെ തകർക്കും. അത് കുറെ കൂടി വൈബ്രൻ്റായ ഒരു അന്തരീക്ഷമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ഈ അച്ചടക്കമില്ലായ്മ എന്നത് ഗ്രൂപ്പ് വൈരമായി പരിണമിച്ച് ഈ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കുന്നതിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ നടക്കുന്ന വിയോജിപ്പ് എക്സ്പ്രസ് ചെയ്യുക എന്നത് ഏതെങ്കിലും തരത്തിൽ അതിനെ ക്ഷീണിപ്പിക്കില്ല. ഒരു ഭരണത്തിൻ്റെ എഫിഷ്യൻസി എന്നത് നിശബ്ദതയല്ല, അച്ചടക്കം പോലുമല്ല. യഥാർത്ഥത്തിൽ എഫിഷ്യൻസി എന്നത് നടത്താനുള്ളൊരു മികവാണ്. ആ നിലക്ക് ഈ സംഭവിക്കുന്നതിനെയൊന്നും വളരെ നെഗറ്റീവായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു, കെ.സി. വേണുഗോപാലിൻ്റെ പേരിൽ വെച്ച ഫ്ലക്സ് യഥാർത്ഥത്തിൽ വെച്ചത് CPM-കാരനാണ് എന്നൊരു വാർത്ത. അപ്പോൾ ഇപ്പുറത്ത് അതിനെ ഈ രീതിയിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുകൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന്. ആ തീരുമാനത്തിൻ്റെ തുടർച്ചയിൽ കോൺഗ്രസിലും UDF-ലും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക. എന്തായാലും ഈ മത്സരത്തെ വളരെ നെഗറ്റീവായി മാത്രം സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അതോടൊപ്പം ഈ മത്സരത്തിന് ശേഷം ഭരണമുണ്ടാവുമ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു കാര്യക്ഷമതയെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ മത്സരം തുടർന്ന് മുന്നേറുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.